Hi students, SLC IT മോഡൽ ക്വസ്റ്റ്യൻസിൽ പൈത്തൺ ഭാഗത്തു നിന്ന് വന്ന ചോദ്യങ്ങൾ എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ പൈറോയിഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത് നമ്മൾ ഇൻസ്റ്റാളിന് കൊടുക്കാം. പൈറോയിഡ് ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻസ്റ്റാളിങ് പൈത്തൺ എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ പ്രോഗ്രാം നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആ ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഈ പ്രോഗ്രാം നമുക്ക് കൃത്യമായിട്ട് ഇവിടേക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഫ്രം ടേർട്ടിൽ ഇമ്പോർട്ട്. ഇവിടെ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് നമ്മളൊരു കോളൻ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന പോലെ തന്നെ മാർജിനിൽ നിന്നും കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കഴ്സർ വന്നിരിക്കുന്നത്. നമ്മളിനി ബാക്കി അവിടെ ടൈപ്പ് ചെയ്യാണ്. ലെഫ്റ്റ് 18 കഴിഞ്ഞിട്ട് നമ്മൾ മാർജിൻ്റെ അടുത്തേക്കാണ് എൻഡ് ഫിൽ എന്നുള്ളത് ടൈപ്പ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് കാണണം. ഇതിപ്പോൾ നമ്മൾ ആ ഒരു പ്രോഗ്രാം ഫുൾ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതൊന്ന് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെയുള്ള പ്ലേ ബട്ടൺ ഉണ്ട്. ഈ പ്ലേ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് ഔട്ട്പുട്ടിൽ തന്നതുപോലെ തന്നെ ഉള്ളൊരു ഡയഗ്രാം ഇവിടെ കിട്ടുന്നത് കാണാൻ പറ്റും. ഒരു പാറ്റേൺ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ പ്ലേ ബട്ടൺ അമർത്തി ഇനി ഇതൊന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് വരിക നോക്കാം. അപ്പോൾ ആ തന്ന ഒരു പാറ്റേൺ പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞ ഈ ചേഞ്ചസ് ഇവിടെ വരുത്തുക. അപ്പോൾ ഇവിടെ വരുത്തേണ്ടത് നമ്മൾ പറഞ്ഞു, ഈ കാണുന്ന ബോർഡറിന് ബ്ലാക്ക് കളറാണ്. ഇവിടെയുള്ള അത് പെർപ്പിളിൽ നിന്ന് കൊടുത്തെടുത്ത് ഇവിടെ ബ്ലാക്ക് കളർ കൊടുക്കണം. അതേപോലെ തന്നെ പിങ്ക്, ഇവിടെ ഫില്ല് ചെയ്തത് പിങ്ക് കളറാണ്. അപ്പോൾ നമ്മളിവിടെ ഉള്ളത് യെല്ലോ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം ചേഞ്ചസ് വരുത്തുന്നു. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്യുന്നു. നമ്മൾ യെല്ലോ ഒന്നും കൊടുക്കുക. അത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഒന്ന് പ്ലേ ബട്ടൺ പ്രസ് ചെയ്യാം. വേഗത്തിൽ ക്ലോസ് ആയിപ്പോൾ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റും ഒരു യെല്ലോ കളർ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാംസും ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ആപ്പ്. മറ്റേ കമ്പ്യൂട്ടർ അവൈലബിൾ ആകുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.